1986 ഏപ്രിൽ 26 ലോക ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു കറുത്ത ദിനം. ഉക്രൈനിലെ ശാന്തമായ പ്രിപ്യാത് നഗരത്തിന് മുകളിൽ അന്ന് രാവിൽ തെളിഞ്ഞത് ഒരു പുലരിയുടെ വെളിച്ചമായിരുന്നില്ല, മറിച്ച് മനുഷ്യരാശിയുടെ വിധി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഭയാനകമായ ഒരു തീനാളമായിരുന്നു. ചെർണോബിൽ ആണവ നിലയത്തിലെ 4ാം നമ്പർ റിയാക്ടർ ഒരു വലിയ പൊട്ടിത്തെറിയോടെ തകർന്നു വീണു. അണുപ്രസരണത്തിന്റെ വിഷപ്പുക കാറ്റിൽ പടർന്നു പിടിച്ചു. ലോകം അന്ന് കണ്ടത് ഒരു മഹാദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ സംഭവിച്ച സ്ഫോടനത്തെക്കാൾ 1000 മടങ്ങ് ഭീകരമായ മറ്റൊരു ദുരന്തം തൊട്ടു പിന്നാലെ സംഭവിക്കാനിരിക്കുന്നു എന്ന് അധികം ആരും തിരിച്ചറിഞ്ഞില്ല. അത് കേവലം ഒരു നഗരത്തിന്റെയോ രാജ്യത്തിന്റെയോ മാത്രം നാശമായിരുന്നില്ല, മറിച്ച് ആഫ്രിക്ക മുതൽ ഏഷ്യ വരെയുള്ള വൻകരകളെയും മുഴുവൻ യൂറോപ്പിനെയും നൂറ്റാണ്ടുകളോളം മനുഷ്യവാസമില്ലാത്ത ശൂന്യഭൂമിയാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു ഭീമൻ വിപത്തായിരുന്നു. പ്രകൃതി നിയമങ്ങളെയും റേഡിയേഷന്റെ ഭീകരതയെയും വെല്ലുവിളിച്ച് ആ വലിയ ദുരന്തത്തെ തടഞ്ഞു നിർത്തിയത് അതിമാനുഷിക ശക്തിയുള്ള നായകന്മാരായിരുന്നില്ല. കയ്യിലൊരു ചെറിയ ടോർച്ചും മനസ്സിൽ ഉറച്ച നിശ്ചയദാർഢ്യവുമായി മരണത്തിന്റെ ഇരുണ്ട മടയിലേക്ക് നടന്നിറങ്ങിയ 3 സാധാരണ മനുഷ്യരായിരുന്നു. അവരുടെ കഥ ചരിത്രം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. അന്ന് രാത്രി സാധാരണ പോലെയാണ് കാര്യങ്ങൾ തുടങ്ങിയത്. ആണവ നിലയത്തിലെ ജീവനക്കാർ പതിവ് പോലെ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി നടന്ന ഒരു പരീക്ഷണവും അതിലുണ്ടായ സാങ്കേതിക പിഴവുകളും കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമായി. റിയാക്ടറിനുള്ളിലെ സമ്മർദ്ദവും ചൂടും നിമിഷ നേരം കൊണ്ട് നിയന്ത്രണാതീതമായി ഉയർന്നു. വലിയൊരു ശബ്ദത്തോടെ റിയാക്ടറിന്റെ കട്ടിയുള്ള മേൽക്കൂര വായുവിൽ തെറിച്ചു വീണു. അണുപ്രസരണമുള്ള വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നൊഴുകി. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ആണവ നിലയത്തിലെ റിയാക്ടറിന്റെ ഉൾഭാഗം അതികഠിനമായി ചൂടായി ഉരുകാൻ തുടങ്ങി. സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഉയർന്ന താപനിലയിൽ അത് ലാവ പോലെ ദ്രവിച്ച് താഴേക്കൊഴുകി. കോറിയം എന്നറിയപ്പെടുന്ന ഈ രസക്കൂട്ട് വെറും ചൂടുള്ള ദ്രാവകമായിരുന്നില്ല, അത് ശരീരത്തെയും ജീവനെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ ശേഷിയുള്ള മാരക റേഡിയോ ആക്റ്റീവ് മാലിന്യമായിരുന്നു. ഈ കോറിയം കെട്ടിടത്തിന്റെ കട്ടിയുള്ള കോൺക്രീറ്റ് തറകൾ ഓരോന്നായി ഉരുക്കി താഴേക്കൊഴുകാൻ തുടങ്ങി. അപ്പോഴാണ് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഏറ്റവും ഭയാനകമായ ആ സത്യം മനസ്സിലാക്കിയത്. റിയാക്ടറിന് തൊട്ടു താഴെയുള്ള കൂറ്റൻ തറയിൽ ടൺ കണക്കിന് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ആദ്യ സ്ഫോടനത്തിൽ തകർന്ന പൈപ്പുകളിൽ നിന്നും അടിയന്തര സാഹചര്യത്തിൽ തീയണയ്ക്കാൻ ഒഴിച്ച ജലത്തിൽ നിന്നും രൂപപ്പെട്ടതായിരുന്നു ആ വലിയ തടാകം. ഉരുകിയൊഴുകുന്ന മാരകമായ ലാവ പോലെയുള്ള കോറിയം താഴെയുള്ള ഈ വെള്ളത്തിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? ഈ ചോദ്യം ശാസ്ത്രലോകത്തെ നടുക്കി. അത് സംഭവിക്കുന്നത് ഒരു ഭീമൻ നീരാവി സ്ഫോടനത്തിന് അഥവാ സ്റ്റീം എക്സ്പ്ലോഷന് കാരണമാകുമെന്ന് അവർ കണക്കുകൂട്ടി. ആ നീരാവി സ്ഫോടനം അത്ര ലളിതമായ ഒന്നായിരുന്നില്ല. അത് ബാക്കിയുള്ള 3 ആണവ റിയാക്ടറുകളെ കൂടി ഒരുമിച്ച് തകർത്തെറിയുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ആണവ വികിരണം 100 കണക്കിന് അണുബോംബുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായിരുന്നു. പ്രിപ്യാത് നഗരം മാത്രമല്ല, കിലോമീറ്ററുകൾ അകലെയുള്ള കീവ് നഗരവും തകർന്ന് തരിപ്പണമാകുമായിരുന്നു. യൂറോപ്പിന്റെ പകുതിയോളം ഭാഗം വരും തലമുറകൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം റേഡിയേഷൻ നിറഞ്ഞ ഇരുണ്ട ഭൂമിയായി മാറുമായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ക്യാൻസറും മറ്റ് മാരക രോഗങ്ങളും പിടിപെടുമായിരുന്നു. കാറ്റിലൂടെ ആ വിഷവാതകം മറ്റ് രാജ്യങ്ങളിലേക്കും പടരുമായിരുന്നു. ലോകം ആ നിമിഷം ശ്വാസമടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു. ഈ വിപത്ത് ഒഴിവാക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: റിയാക്ടറിന് താഴെ കെട്ടിക്കിടക്കുന്ന ആ ഭീമൻ ജലശേഖരം ഒഴുക്കിക്കളയുക. അതിനായി ആരും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ആ ഇരുണ്ട നിലവറയിലേക്ക് ഇറങ്ങിച്ചെന്ന് വാൽവുകൾ കൈകൊണ്ട് തിരിച്ചു തുറക്കണം. പക്ഷെ അവിടം കേവലം വെള്ളം നിറഞ്ഞ ഒരു മുറിയായിരുന്നില്ല, റേഡിയേഷന്റെ നരകമായിരുന്നു. അവിടേക്ക് എത്തുന്ന ഏതൊരു മനുഷ്യനും മിനിറ്റുകൾക്കുള്ളിൽ മരിച്ചു വീഴുമെന്നത് ഉറപ്പായിരുന്നു. അവിടേക്ക് പോകുക എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം മരണത്തിലേക്ക് നടന്നെടുക്കുക എന്നതായിരുന്നു. ആ വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ 3 മനുഷ്യർ മുന്നോട്ട് വന്നു: അലക്സി അനാനെങ്കോ, വലേരി ബെസ്പലോവ്, ബോറിസ് ബരാനോവ് എന്നിവരായിരുന്നു ആ ധീരന്മാർ. ഇവർ വലിയ പടയാളികളോ ആയോധന കലാ വിദഗ്ധരോ ആയിരുന്നില്ല, നിലയത്തിലെ സാധാരണ എഞ്ചിനീയർമാരും ജീവനക്കാരുമായിരുന്നു. അലക്സിയും വലേരിയും എഞ്ചിനീയർമാരായി ജോലി ചെയ്യുമ്പോൾ ബോറിസ് അവിടെ ഷിഫ്റ്റ് സൂപ്പർവൈസറായി പ്രവർത്തിക്കുകയായിരുന്നു. തങ്ങൾ അങ്ങോട്ട് പോയാൽ തിരികെ വരാനുള്ള സാധ്യത എത്രത്തോളം കുറവാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എങ്കിലും വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ അവർ സ്വയം സമർപ്പിക്കാൻ തയ്യാറായി. അവർ പുറപ്പെടാൻ ഒരുങ്ങി. സുരക്ഷയ്ക്കായി പ്രത്യേക കവചങ്ങളൊന്നും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. റേഡിയേഷനെ തടയാൻ ഒട്ടും ശേഷിയില്ലാത്ത ചില സാധാരണ റബ്ബർ സ്യൂട്ടുകൾ മാത്രമാണ് അവർ ധരിച്ചിരുന്നത്. ശ്വാസമെടുക്കാൻ ലളിതമായ ശ്വസനോപകരണങ്ങളും അവർ ധരിച്ചു.
കയ്യിലുണ്ടായിരുന്നത് ഒരു ചെറിയ വാട്ടർ പ്രൂഫ് ടോർച്ച്. അത് മാത്രം പിടിച്ച് അവർ റിയാക്ടറിന് താഴെയുള്ള ആ ഇരുണ്ട വിഷപ്പുക നിറഞ്ഞ ഇടനാഴികളിലൂടെ മുന്നോട്ട് നടന്നു. ഓരോ അടിയും അവർ വെച്ചത് മരണത്തിന്റെ വായിലേക്ക് തന്നെയായിരുന്നു. അവർ നടന്ന വഴിയിൽ മുട്ടറ്റം ഉയരത്തിൽ റേഡിയോ ആക്റ്റീവ് ജലം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അടി വെക്കുമ്പോഴെല്ലാം ആ വെള്ളം ഉയർന്നു പൊങ്ങി. ചുറ്റും കണ്ണിൽ കാണാനാകാത്ത, എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും കാർന്നു തിന്നുന്ന ഭീകരമായ വികിരണങ്ങൾ പടർന്നു നിൽക്കുന്നു. ഭിത്തികളിൽ നിന്നും മേൽക്കൂരയിൽ നിന്നും റേഡിയോ ആക്റ്റീവ് ജലത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. കയ്യിലെ ടോർച്ചിന്റെ വെളിച്ചം മാത്രമായിരുന്നു ആകെയുള്ള ആശ്വാസം. ആ ടോർച്ച് അണഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അതിന്റെ ബാറ്ററി തീർന്നാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ആ ആഴക്കടലിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഇരുട്ടും മരണഭയവും നിറഞ്ഞ ആ വഴിയിലൂടെ അവർ മുന്നോട്ട് തന്നെ നീങ്ങി. ഇടയ്ക്ക് കയ്യിലെ ടോർച്ച് അണഞ്ഞു പോയ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ചുറ്റും ഇരുട്ട് മാത്രം. എങ്കിലും അവർ പിന്തിരിഞ്ഞില്ല. ഭിത്തികളിൽ തപ്പിപ്പിടിച്ച് അവർ മുന്നോട്ട് തന്നെ നടന്നു. മരണത്തിന്റെ വക്രത്തിൽ നിന്നുകൊണ്ട് അവർ തിരഞ്ഞത് ലോകത്തിന്റെ ഭാവി നിർണയിക്കുന്ന ആ വാൽവുകളായിരുന്നു. തങ്ങളുടെ ഓർമ്മശക്തിയെയും സാങ്കേതിക പരിജ്ഞാനത്തെയും മാത്രം വിശ്വസിച്ച് അവർ മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ടോർച്ചിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവർ ആ വാൽവുകൾ കണ്ടെത്തി. വലിയ ഇരുമ്പ് വാൽവുകളായിരുന്നു അവ. റേഡിയേഷന്റെയും ചൂടിന്റെയും ആഘാതത്തിൽ ഇരുമ്പിൽ തുരുമ്പ് പിടിച്ച് തിരിക്കാൻ പ്രയാസമായിരുന്ന ആ വാൽവുകൾ സർവ്വശക്തിയുമെടുത്ത് അവർ തിരിച്ചു. കൈകൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും അവർ നിർത്തിയില്ല. ഒടുവിൽ ആ വാൽവുകൾ തുറന്നു. ആ നിമിഷം നിശ്ചലമായിരുന്ന വെള്ളം വലിയ ശബ്ദത്തോടെ കുത്തിയൊഴുകാൻ തുടങ്ങി. ടൺ കണക്കിന് ജലം താഴേക്ക് ഒഴുകിപ്പോയി. അങ്ങനെ ലോകത്തെ മുഴുവൻ വിഴുങ്ങുമായിരുന്ന ആ മഹാദുരന്തത്തെ അവർ കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തി. കടമ പൂർത്തിയാക്കി അവർ തിരിച്ചെത്തിയപ്പോൾ പുറത്തു നിന്ന സഹപ്രവർത്തകർ അവരെ ആവേശത്തോടെ സ്വീകരിച്ചു. എന്നാൽ ഇവർ ചെയ്ത ത്യാഗത്തിന്റെ വില എത്രത്തോളമാണെന്ന് അന്ന് പലർക്കും പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവർക്ക് വൈദ്യസഹായം നൽകി. എങ്കിലും അത്രയും മാരകമായ റേഡിയേഷൻ ഏറ്റതുകൊണ്ട് അവർ അധിക നാൾ ജീവിച്ചിരിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. വർഷങ്ങളോളം ലോകം വിശ്വസിച്ചത് ആ 3 പേരും അവിടെ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദാരുണമായി മരിക്കുമെന്നാണ്. അവരെ സൂയിസൈഡ് സ്ക്വാഡ് അഥവാ ആത്മഹത്യാ സംഘമെന്ന് ചരിത്രകാരന്മാരും മാധ്യമങ്ങളും വിശേഷിപ്പിച്ചു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പോലെയാണ് ലോകം അവരെ ഓർത്തുവെച്ചത്. പല ചരിത്ര പുസ്തകങ്ങളിലും അവരുടെ മരണം രേഖപ്പെടുത്തപ്പെട്ടു. എന്നാൽ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച് അത്ഭുതകരമായ മറ്റൊരു സത്യം പിന്നീട് പുറത്തു വന്നു. മരണത്തിന്റെ വക്രത്തിൽ നിന്ന് തിരിച്ചെത്തിയ ആ ധീരന്മാർ അവിടെ വെച്ച് മരിച്ചുപോയില്ല. ഭീകരമായ റേഡിയേഷനെ അതിജീവിച്ച് അവർ ദീർഘകാലം ജീവിച്ചു. ബോറിസ് ബരാനോവ് 2005 വരെ ജീവിച്ചിരുന്നു. അലക്സിയും വലേരിയും വർഷങ്ങളോളം ആരോഗ്യത്തോടെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. മരണം പോലും ആ ധീരതയ്ക്ക് മുന്നിൽ തോറ്റു പിന്മാറി എന്ന് വേണം പറയാൻ. അവർ തിരികെ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി. തങ്ങൾ ചെയ്തത് ഒരു വലിയ മഹാകാര്യമാണ് എന്ന് അവർ ഒരിക്കലും അവകാശപ്പെട്ടില്ല. ഒരു വൻകരയെയും അതിലെ മുഴുവൻ മനുഷ്യരെയും വിഴുങ്ങുമായിരുന്ന ആ മഹാദുരന്തത്തെ തടയാൻ അവർക്ക് ആയുധങ്ങളോ വലിയ സൈന്യമോ ആവശ്യമില്ലായിരുന്നു. അവർക്ക് വേണ്ടി വന്നത് ആ വാൽവ് തിരിക്കാനുള്ള കരുത്തും അതിലേറെ മനുഷ്യരാശിയോടുള്ള സ്നേഹവും മാത്രമായിരുന്നു. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും വരും തലമുറകൾ ഇവിടെ സുരക്ഷിതമായി ജീവിക്കണമെന്ന ഒറ്റ ചിന്തയാണ് ആ ഇരുട്ടിലേക്ക് നടന്നിറങ്ങാൻ അവർക്ക് കരുത്ത് നൽകിയത്. അവർ അതിനുശേഷം വലിയ പ്രസംഗങ്ങൾ നടത്തിയില്ല. രാജ്യങ്ങളുടെ മെഡലുകൾക്കോ വലിയ പുരസ്കാരങ്ങൾക്കോ വേണ്ടി അവർ കാത്തു നിന്നതുമില്ല. തങ്ങൾ ചെയ്തത് തങ്ങളുടെ ജോലിയുടെ ഭാഗം മാത്രമാണ് എന്ന് അവർ വിശ്വസിച്ചു. കാര്യങ്ങൾ ചെയ്തു തീർത്ത് അവർ വീണ്ടും സാധാരണക്കാരായി തന്നെ ജീവിച്ചു. അധികമാരും അറിയാത്ത ലളിതമായ ജീവിതം അവർ നയിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് ലോകം അവരുടെ യഥാർത്ഥ സംഭാവന തിരിച്ചറിഞ്ഞത്. ഉക്രൈൻ സർക്കാർ അവരെ ആദരിച്ചു. അവർക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ നൽകി. ഇന്ന് നമ്മൾ ശ്വാസകോശം നിറയെ ശ്വസിക്കുന്ന ഈ സ്വതന്ത്രമായ ശ്വാസത്തിന് പിന്നിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ ആരും അറിയാതെ പോയ ആ 3 മനുഷ്യരുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ധീരതയുടെയും കഥയുണ്ട്. ചെർണോബിൽ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ സാങ്കേതിക വിദ്യയുടെ പരാജയങ്ങളെ മാത്രമല്ല, മറിച്ച് ആപത്ഘട്ടങ്ങളിൽ മനുഷ്യൻ കാണിക്കുന്ന അവിശ്വസനീയമായ സ്വാർത്ഥരഹിതമായ സ്നേഹത്തെയും ധീരതയെയുമാണ്. ഒരു വലിയ വിപത്ത് വരുമ്പോൾ അതിനെതിരെ പോരാടാൻ സാധാരണക്കാർ എങ്ങനെ മുന്നോട്ട് വരുന്നു എന്നതിന്റെ തെളിവാണ് ഈ 3 മനുഷ്യർ. ചില നേരങ്ങളിൽ ഈ ലോകത്തെ രക്ഷിക്കാൻ നമുക്ക് വേണ്ടത് അത്ഭുത ശക്തികളോ വലിയ ആയുധങ്ങളോ അല്ല, മറിച്ച് സ്വന്തം ഭയത്തെ തോൽപ്പിക്കാനുള്ള ഒരു സാധാരണക്കാരന്റെ മനസ്സും സഹജീവികളോടുള്ള കരുണയുമാണ്. ചെർണോബിലിന്റെ ആ കറുത്ത രാത്രിയിൽ മനുഷ്യത്വം ജയിച്ച കഥ ഇന്നും ആ ഇരുണ്ട ഇടനാഴികളിൽ ഒരു മന്ത്രമായി മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടതും വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ആ ധീരതയുടെ കഥ തന്നെയാണ്. അലക്സി അനാനെങ്കോ, വലേരി ബെസ്പലോവ്, ബോറിസ് ബരാനോവ്,
ഈ 3 പേരുകൾ ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.